സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, പഞ്ചതല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് അറിയാത്തൊരു വരില്ല, എൻ്റെ ചുമതലയുള്ളവരാണ് വന്നേക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ്, എങ്ങനെ അത് എന്തിലേക്ക് ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തൊട്ട് കേട്ടിട്ടില്ല. പക്ഷെ അതായിരിക്കാം നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കി. നമ്മളെല്ലാവരും മഹിളാ ഐക്യവേദിയുടെ പ്രവർത്തകരല്ലേ അല്ലേ? പിന്നെ ഇപ്പം എല്ലാവരും കൂടി അവിടെ ഓടുക എന്നല്ലാതെ വേറെ വേറെ കാര്യങ്ങളുണ്ട്. ഒരു സദ്യ ഭംഗിയാക്കണമെങ്കിൽ എല്ലാവരും എല്ലാ പണിയും ചെയ്താൽ ഭംഗിയാവും. എല്ലാവരും എല്ലാ പണിയും ചെയ്താൽ ഭംഗിയാവില്ല അല്ലേ? കറിക്കരിയാൻ ചുമതലപ്പെടുത്തിയവർ അത് അവിടെ ഇട്ടിട്ട് വേറൊന്നിനും ഓടിയാൽ സമയത്തേക്ക് ഇത് കിട്ടില്ല. അരയ്ക്കാൻ ചുമതലപ്പെടുത്തിയവർ അത് അവിടെ ഇട്ടിട്ട് വേറൊന്നിന് പോയാൽ നടക്കില്ല. അപ്പോൾ ഓരോന്ന് അവരെ എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ഓരോ ചെറിയ കാര്യത്തിനും അതൊക്കെ കൂടിയാകുമ്പോഴാണ് നമുക്ക് ഒന്നിച്ച സദ്യ വിജയിപ്പിക്കുക. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ്. ഓരോ ചെറിയ കാര്യം ഏൽപ്പിച്ചവർക്ക് പോലും അവർ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റിയാലാണ് മൊത്തം കാര്യങ്ങൾ നമുക്ക് നടക്കും. ഹിന്ദു ഐക്യവേദി ആദ്യം ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. നമുക്കൊക്കെ ഒരു പക്ഷെ പല പരിപാടികളിലും കേട്ടറിയാം. കേരളത്തിലെ ഹിന്ദുവിന് ഒന്നാകണം, ഹിന്ദുവിന് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് വരുത്തണം അല്ലേ? അപ്പോൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾക്കറിയാം, 3 ആളായിരുന്നു ഹിന്ദു ഐക്യവേദി തുടക്കകാലത്ത്. സത്യാനന്ദ സ്വാമികളും മനസാചാര്യനും ശിശുപാൽജിയും എവിടെയുണ്ട്? ഹിന്ദു ഐക്യവേദി ഉണ്ട്, ഹിന്ദു ഐക്യവേദി ഇതിലുള്ളൂ. പക്ഷെ അവിടുന്ന് കഴിഞ്ഞ് മാറാട് സംഭവത്തിന് ശേഷം ഹിന്ദു ഐക്യവേദി സംഘടനാ സ്വഭാവത്തിലേക്ക് മാറി. പിന്നെയും 10 കൊല്ലെടുത്തു അതിൻ്റെ മഹിളാ വിഭാഗം വരാൻ. ഹിന്ദു ഐക്യവേദിയുടെ സംഘടനാ സ്വഭാവം എടുത്ത് 10 വർഷം കഴിഞ്ഞു അതിനൊരു മഹിളാ വിഭാഗം കൂടി വരും. ഇപ്പോൾ അതാ നമ്മളും മഹിളാ വിഭാഗത്തിലും ചുമതലക്കപ്പെടുത്തിക്കൊണ്ടല്ലേ ഒരു 4-5 പ്രവർത്തനം, സംഘടന എന്നുള്ള നിലയ്ക്കല്ല, പക്ഷെ 4-5 പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലർ വേണം. അതൊന്ന് ഏകോപിപ്പിക്കാൻ, ആ തലത്തിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ചിലർ വേണം. കാരണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വലുതായി വരുമ്പോഴാണ് ഇതുപോലുള്ള ചില വീതം വെപ്പലുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ വീതം വെച്ച് അത് അവരതുമായിട്ടാണ് പോവുക. അപ്പോൾ അല്ലേ, ഞങ്ങളുടെ കാര്യം മാത്രം ഭംഗിയാവുക, മറ്റത് അങ്ങനെയല്ലല്ലോ. നമ്മളൊരു കൂട്ടുത്തരവാദിത്വത്തിലേക്ക് ആയിരിക്കപ്പെടുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത്. 5 തലത്തിൽ ചുമതലയുള്ളവരാണ് വന്നു നിൽക്കുന്നത്. എനിക്ക് കുമാരി സമിതി മാത്രം ബാക്കി, അവിടെ എന്തായാലും വേണ്ടി, എനിക്ക് എന്തായാലും വേണ്ടിയില്ല, അവർ കോളനി പോയാലും വേണ്ടിയില്ല അല്ലേ, എൻ്റെ കുമാരി സമിതി അല്ലേ. മറ്റൊന്ന് എനിക്ക് കോളനി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ കോളനിയല്ല, ഇപ്പോൾ ഉന്നതിയാണ് അല്ലേ. അവരവിടെ കുമാരികളെ വിളിച്ചാലും വേണ്ടിയില്ല എനിക്ക് അല്ലേ, ഇനി വനിതാ നേതൃ സമ്മേളനം നടത്തിയാലും വേണ്ടിയില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പണിയെല്ലാം ഒരു പണിയുടെ ഭാഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ സ്വത്തായിട്ടുള്ളത് വരുന്നത് പരമാവധി ഭംഗിയാക്കുകയും ബാക്കിയുള്ളതിനോടൊക്കെ എങ്ങനെ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമോ അങ്ങനെ ചേർന്ന് പ്രവർത്തിച്ച് മൊത്തം ഭംഗിയാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കിതിലൂടെ ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ നടന്നിട്ട് കാര്യമില്ല, ഇരിക്കാൻ നേരമില്ല എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ? ആ പണിയെടുക്കുന്നുണ്ട്, ഫലം പലപ്പോഴും ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഫലം ഉണ്ടാകേണ്ട കാലമല്ലേ? സംഘടന കൊണ്ട് ശക്തരാവുക. ഒരു 100 നൂറ്റാണ്ട് മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ സമാജത്തെ പഠിപ്പിച്ചത്. സംഘടന കൊണ്ട് ശക്തരാവുക. സംഘടന ശക്തമാവണമെന്നാണോ പറഞ്ഞത്? സംഘടനകൾ ശക്തമാക്കുക. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറയാൻ പറ്റിയിരുന്നില്ലേ? സംഘടനകൾ ശക്തമാക്കുക അതല്ലല്ലോ പറഞ്ഞത്. സംഘടന കൊണ്ട് ശക്തമാകണം. ആര്? സംഘടിക്കുന്നവർ ശക്തമാകണം. സംഘടന കൊണ്ട് സംഘടന മാത്രം ശക്തമായ പോരാ. അപ്പോൾ സംഘടിക്കുന്നവർ ശക്തമാകണം. സംഘേ ശക്തി കലവ് യുഗേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. കലിയുഗത്തിൽ സംഘമാണ് ശക്തി. അപ്പം ഇത് ആരുടെ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പണിപ്പെടുന്നത്? സമാജത്തിൻ്റെ ശക്തിക്ക് വേണ്ടി. ഒരിക്കലും നമുക്ക് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സംഘടനയിലെല്ലാം എത്തുക. സമാജത്തെ ശക്തിപ്പെടുത്തുക. എന്താ ശക്തിപ്പെടുത്തേണ്ടി വന്നത്? പല ദുരനുഭവങ്ങളും നമ്മളെ കൊണ്ട് അത്തരത്തിൽ ചിന്തിപ്പിക്കുന്നു. ഇപ്പോൾ പൂന്തുറ കലാപം വരെ ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തിശുദ്ധിയുള്ള, ചാരിത്രശുദ്ധിയുള്ള പ്രവർത്തകരെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1942 മുതലൊക്കെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തൊഴിലാളി സംഘടനയുടെ രാഷ്ട്രീയ സമിതി ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഹിന്ദു ഒന്നാകണം എന്ന് നമ്മളെ തോന്നിപ്പിച്ചത് പൂന്തുറ കലാപത്തിനൊക്കെ ശേഷമാണ്. ഹിന്ദുക്കൾക്ക് ഒരു നേതാവുണ്ടോ, നിങ്ങളെ കാര്യം ആരോടാ സംസാരിക്കുക എന്നൊക്കെയുള്ള ഭരണാധികാരികളുടെ പുച്ഛത്തോടു കൂടിയുള്ള സംസാരത്തിൽ നിന്നാണ് നമുക്ക് സംഘടിച്ചേ മതിയാവുള്ളൂ. നമ്മൾ ഓരോ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് മാത്രം പോരാ. നമുക്ക് ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഹിന്ദുവിനെ ശാക്തീകരിക്കാൻ, അവർക്കിടയിൽ ഐക്യബോധം ഉണ്ടാക്കാൻ ഒരു സംഘടനാ സംവിധാനം ആവശ്യമാണ്.
ആ നിലയിലാണ് ഹിന്ദു ഐക്യവേദി എന്ന പേരെങ്കിലും വരുന്നത്. ആദ്യം പേരാണ് വരുന്നത്, ഒരു പ്ലാറ്റ്ഫോം ആയിട്ടൊരു പേരാണ് വരുന്നത്. മാറാട് സംഭവത്തിന് ശേഷമാണിത് സംഘടനാ കാരണം കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ അപകടങ്ങൾ ഹിന്ദു ആയി പോയത് കൊണ്ട് വെട്ടിയെറിയപ്പെട്ടവരാണ് മാറാട് കടപ്പുറത്തുള്ളവർ. അവർ മറ്റൊരു തെറ്റും ചെയ്തിട്ടല്ല, ഹിന്ദു ആയിപ്പോയി. പഹൽഗാമിലുണ്ടായിരുന്നു മരിക്കുന്നയാൾ ഇന്നയാളായിക്കണമല്ലേ, മരിക്കുന്നയാൾക്ക് കലിമ അറിയാത്തവൻ മരിക്കണമെന്ന് ഒറ്റ വാശിയുള്ളൂ. ബാക്കി ആര് രാമനായാലും വേണ്ടില്ല, രാവണനായാലും വേണ്ടില്ല. പക്ഷെ തർക്കതല്ല, രാമൻ വേണോ രാവണൻ വേണോ. പക്ഷെ പഹൽഗാമില് രാമനായാലും കലിമ അറിയില്ല, രാവണനായാലും കലിമ അറിയില്ലല്ലോ. അപ്പൊ രാമൻ മരിച്ചാലും വേണ്ടിയില്ല, രാവണൻ മരിച്ചാലും വേണ്ടില്ല, അവർക്ക് എണ്ണം തികയ്ക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ചിന്തയുമില്ല. അപ്പൊ കാലം മുന്നോട്ട് പോകുന്തോറും സനാതന ധർമ്മത്തിന്റെ ഈറ്റില്ലമായ ജന്മഭൂമിയും കർമ്മഭൂമിയും പിതൃഭൂമിയും എല്ലാമായ ഇവിടെ ഇപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സാങ്കേതികമായി ഹിന്ദു ഭൂരിപക്ഷമായിരുന്നിട്ടും അനുഭവങ്ങൾ ധാരാളമായി ദുരനുഭവങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരുന്നത്. എന്തുകൊണ്ട് നമ്മൾ മഹിളാ ഐക്യവേദി രൂപീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുമാരി സമിതിയെ പറ്റി നമ്മൾ ചിന്തിച്ചു. ഇതിൻ്റെ ഒരു കാരണം നമുക്ക് നാളേക്ക് ചുമതലയ്ക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദു മഹിളാ ഐക്യവേദിയുടെ ചുമതലയിലേക്ക് നമ്മൾ എന്ത് വേണം, കുമാരി സമിതിയിലൂടെ അല്ലേ അങ്ങനെ വരണോണ്ട് നല്ല കാര്യമുള്ളൂ. പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ. അത് നമുക്ക് നാട്ടിൻ പുറത്ത് കൂടി നടന്നിട്ട് കുട്ടികളെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇത്ര വലിയ സംവിധാനം നമ്മൾ ആ ചാലക്കുടിയിൽ പണി എത്ര പെട്ടിട്ടാ കുട്ടികളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നൊരു സംഗമം നമ്മൾ നടത്തിയത്. ഇതൊന്നും അർത്ഥമുണ്ടല്ലോ. ഒരു നേതൃത്വത്തെ കണ്ടെത്തുക മാത്രമായിരുന്നു ഉദ്ദേശമെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്കറിയാം നേതൃത്വ ഗുണമുള്ള കുട്ടികളെ നമുക്കൊക്കെ പറ്റുക, ഈ കുട്ടിയെ പറ്റി തോന്നുന്നിട്ട് എടുത്തോളൂ, അത്രേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ. അപ്പം അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, അത് മാത്രമല്ല. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ വേണ്ടി വരുന്നു? നമ്മുടെ പുതുതലമുറ വല്ലാതെ വഴിതെറ്റി പോയി. പുതുതലമുറയ്ക്ക് ഉള്ള പല ചിന്താഗതികൾ, അവരുടെ മനസ്സിനെ ഇന്ന് നയിക്കുന്ന ചിന്താഗതികൾ പലപ്പോഴും ഈ നാടിൻ്റെയോ അവരുടെ തന്നെയോ നിലനിൽപ്പിന് അനുഗുണമായതല്ല. നാടിൻ്റെ നിലനിൽപ്പ് പോട്ടെ, അവരുടെ പോലും നിലനിൽപ്പിന് അനുഗുണമായ വിധത്തിലുള്ള ചിന്താഗതികളല്ല ഇന്ന് അവരെ നയിക്കും. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്തവൈബും തള്ളവൈബും അമ്മാവൻ വൈബും ഒക്കെ ആയിട്ട് അതിനെ തള്ളിക്കളയാവുന്ന ഒരു മാനസികാവസ്ഥ പുതുതലമുറയിൽ ആരൊക്കെയോ കൂടി ഉണ്ടാക്കും. സർവ്വവിധത്തിലുള്ള അരുതായ്മകളും അവർക്കിടയിൽ കുത്തിക്കയറ്റാനുള്ള പരിശ്രമം, അത് മദ്യമാകാം, മയക്കുമരുന്നാകാം, ലൈംഗിക വൈകൃതങ്ങളാകാം, അതിനൊക്കെ വേണ്ടുന്ന പ്രോത്സാഹനവും കിട്ടും. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും. തലമുറകളുടെ ആ ഒരു അന്തരവും തലമുറകളുടെ എന്താണ് പറയേണ്ടത്, അവരുടെ താല്പര്യത്തിലുള്ള വ്യത്യാസമൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷേ ആ വ്യത്യാസത്തെ അതിലെ തന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ട് എന്തൊക്കെയോ ഒരു അരാജകത്വം നാട്ടിലുണ്ടാക്കണം, നമ്മുടെ ഒരു സംസ്കൃതിയെ തന്നെ കീഴ്മേൽ മറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർ ഇതൊക്കെ സ്ഥായിയായി നിലനിർത്താൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ചുംബന സമരമാകാം, താലി പൊട്ടിച്ചെറിയൽ സമരമാകാം, കെട്ടിപ്പിടുത്തി, ഇതെല്ലാം ഇവിടെ നടന്നു. ഈ കേരളത്തിൽ ഇവിടെ ആർക്കാ ചുംബിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ചുംബിക്കാൻ ഇവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷെ അവിടെ ഒന്നിനും ഓരോ സ്ഥലമുണ്ട് എന്നുള്ളതല്ലേ ഉള്ളൂ. ഒരു പിഞ്ചുകുട്ടിയെ ചിലപ്പോൾ എവിടെ കണ്ടാലും അവിടെ വെച്ച് ചുംബിക്കും. അതല്ലാതെ ഒരു പ്രായം കഴിഞ്ഞാൽ അതിന് ചില സ്ഥലവും ചില സന്ദർഭമൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ ആരും ഇതിന് വിലക്കൊന്നുമില്ല. ഇതൊന്നും പാപാണെന്നൊന്നും നമ്മളോടാരും പറഞ്ഞിട്ടില്ല. സനാതന ധർമ്മപ്രകാരം ഇതൊന്നും പാപമല്ല. അതിന് പോലും ശാസ്ത്രം ഉണ്ടാക്കിയവരാ നമ്മൾ. കാമശാസ്ത്രേ, കാമത്തിന് പോലും ശാസ്ത്രം ഉണ്ടാക്കിയവരാ നമ്മൾ. അതിനൊക്കെ വിധി നിശ്ചയിച്ചവരാ. ഇത് പാപാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാം മുന്നോട്ടുള്ള പോക്കിൽ ഇതൊക്കെ ആവശ്യമാണ്. പ്രകൃതിയുടെ നിലനിൽപ്പിന് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്ന് സനാതന ധർമ്മം വളരെ ഭംഗിയായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒന്നും പക്ഷേ ഓരോന്നിനും ഒരു സ്ഥലം ഉണ്ടല്ലോ, അല്ലേ? വേണ്ട സ്ഥലമുണ്ട്, വേണ്ട അവിടെ ആകാവൂ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് പൊതുസ്ഥലത്ത് തന്നെ ചെയ്തേ മതിയാകും. ആരും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു ബഹളം, ചുംബന സമരം എന്ന് പറഞ്ഞൊരു ബഹളം, അല്ലേ? കെട്ടിപ്പിടിക്കാൻ സമരം എന്തായിരുന്നു, എന്തോ ഒരു പേരുണ്ടായിരുന്നു അതിന്. അങ്ങനെ വഴിക്ക് പരസ്യമായി കെട്ടിപ്പിടിക്കുക, പരസ്യമായി ചുംബിക്കുക, ഇങ്ങനെ തുടങ്ങി താലി ചുട്ടരിക്കൽ സമരം. ചെറിയ കാര്യമാണ്, നമ്മൾ വലിയ ഇതല്ലേ. പക്ഷേ കേരളത്തിൽ നടന്നു. ഞാറ്റടിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഘടനയുടെ പേരിൽ താലി ചുട്ടരിക്കൽ. ഈ താലിൻ്റെ എന്തൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളത്? താലി ചുട്ടരിക്കൽ സമരം. അപ്പം ഇങ്ങനെ നമ്മുടെ വ്യവസ്ഥ, ഏത് വ്യവസ്ഥപ്പുറത്താണോ ഈ സംസ്കൃതി നിലനിൽക്കുന്നത് ആ വ്യവസ്ഥയെ അട്ടിമറിക്കുക. മദ്യവും മയക്കുമരുന്നൊക്കെ സാർവത്രികമായ അംഗീകാരം നേടിവരുന്നു. അതാണ് ശരി. അത് അരുതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്തവൈബും തള്ളവൈബും ഒക്കെ ആയിട്ട് മാറ്റുന്നു. അപ്പം ഇതാണ് ശരി എന്ന് സമാജത്തെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു നിലനിൽപ്പ്, നമ്മുടെ നിലനിൽപ്പല്ല, അവരുടെ പോലും പുതിയ തലമുറയുടെ പോലും നിലനിൽപ്പ് അപകടത്തിലായി വരുമ്പോൾ നമ്മുടെ സംസ്കൃതിയെ പറ്റി അറിയാവുന്ന, അതിൽ ആ സംസ്കൃതിയുടെ ദോഷമായി വരുന്ന കാര്യങ്ങൾ അതിനെതിരെ കൂട്ടുകാരികൾക്കിടയിലോ അല്ലെങ്കിൽ അവനവനുമായി ബന്ധപ്പെട്ടവർക്കിടയിലോ ചില സന്ദേശം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ചില കുട്ടികൾ വളർന്നു വരുന്നു.
ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളെ കുമാരി സമിതിയിലേക്ക് നയിച്ചത്. കാരണം ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ വേറെ ആര് പറഞ്ഞാലും കേൾക്കില്ല. പിയർ ഗ്രൂപ്പിൻ്റെ കൂടുതൽ താല്പര്യമുള്ള, അതായത് സുഹൃത്തുക്കൾ പറഞ്ഞാൽ മാത്രം കേൾക്കുക. ചിലർ എന്തിനാ പ്രേമിക്കണമെന്ന് വെച്ചാൽ പറയും, കുട്ടികളൊക്കെ കൂടി പറഞ്ഞു പ്രേമല്ല ഞാൻ ബുദ്ധിമുട്ടാണ്, നിനക്ക് ഇന്ന പേരുള്ള ആളാണ് പറ്റുക എന്ന് പറഞ്ഞു. നിന്റെ പേരിന് ഇന്ന, പിന്നെ അത്രയേ ഉള്ളൂ, വേറെ ചിന്തയൊന്നുമില്ല. നിന്റെ പേരിന് ഇന്ന, ഈ ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്, ഇന്ന പേരുള്ള ആളാണ് നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ കൂടെ പറഞ്ഞു ഞാൻ പ്രേമിച്ചു, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ചാകാനാണെങ്കിൽ അവർ പറഞ്ഞു ഞാൻ, ആ ഒരു, കാരണം അത്രയും വിശ്വാസമാണ് ആ സമയത്ത് പിയർ ഗ്രൂപ്പിലുള്ളവരുമായിട്ട്. ആ ഒരേ സമപ്രായക്കാരുടെ സംഘത്തിൽ ഭയങ്കരമായ അവർക്കൊരു എന്ത് പറഞ്ഞാലും കേൾക്കാവുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് നല്ലത് കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതാണ് കുമാരി സമിതിയുടെ ഉത്തരവാദിത്വം. സമാജത്തിലേക്ക് ചില, അത് പഠിക്കുന്ന കോളേജിലാകാം അല്ലെങ്കിൽ എവിടെയാകാം, ചില നല്ല സന്ദേശങ്ങൾ അവരവരുടെ സുഹൃത്തുക്കളിലേക്ക് കടത്തിവിടുക. ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ഇത്തിരി പേര് വിചാരിച്ചാൽ സമാജത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ആ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ളവരെ നമുക്ക് അത്ഭുതമായി. കുമാരി സമിതി എന്ന് നമ്മൾ പെട്ടെന്ന് അല്ലേ സംഘടിപ്പിച്ചൊക്കെ ആക്കി വന്നപ്പോൾ നമ്മുടെ തലപ്പത്ത് വന്നവരൊക്കെ മിടുമിടുക്കികളാണെന്നാണ് അതിന് ശേഷം തെളിയിക്കുന്നത്. പ്രസംഗിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും. അപ്പം നമ്മുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. ഓരോ ജില്ലയുടെയും നമ്മൾ ചുമതല കൊടുത്തവർ മിടുമിടുക്കരാണ് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ വളരെ ഉന്നത വിജയം നേടിയ ഒരു കുട്ടിയുടെ താല്പര്യം. വരടുത്ത് ചെന്നപ്പോൾ മണിയായി പ്രസംഗിക്കുന്നു, നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന വിധത്തിൽ. അങ്ങനെ അപ്പോൾ നമ്മുടെ സെലക്ഷൻ ഒന്നും തെറ്റിയില്ല. നല്ല കഴിവുള്ള കുട്ടികളാണ് ഇതിൻ്റെയൊക്കെ ഭാരവാഹിത്വം ഏറ്റെടുത്ത് വരുന്നത്. അപ്പോൾ കുമാരി സമിതി വേണ്ടി വന്നത് നമ്മുടെ പുതുതലമുറയെ വഴിതെറ്റിക്കാനുള്ള പരിശ്രമങ്ങൾ. വഴി ശരിക്കും കൊണ്ടുപോകേണ്ടവർ അത്തരം ഉത്തരവാദിത്വം എടുക്കുന്നില്ല. പോണ വഴിക്ക് തെളിക്കലാണ്. പോണ്ട വഴിക്ക് തെളിക്കേണ്ട സമാജം പോണ വഴിക്ക് തെളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? എളുപ്പമേതാ പോണ വഴിക്ക് തെളിക്കല. ഒരു ബാധ്യതയില്ല, വടിയും പിടിച്ച് പിന്നാലെ നടന്നാൽ മതി, അവരുടെ പോയിക്കോളും. പോണ വഴിക്ക് തെളിക്കാൻ വളരെ എളുപ്പമാണ്, പോണ്ട വഴിയിലേക്ക് തെളിക്കാൻ അത്ര എളുപ്പമല്ല. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള, കാരണം 4 എണ്ണം അങ്ങോട്ട് പോകും 4 എണ്ണം ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഭരണകൂടമടക്കം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നു. പോണ്ട വഴിയിലേക്ക് തെളിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടം വരെ പിന്മാറിയിട്ട് പോണ വഴിക്ക് തെളിച്ചു വിടാം എന്നുള്ളിടത്ത് അവർ വരെ എത്തി നിൽക്കുന്നു. എന്താ കാര്യം? ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു അല്ലേ, മറ്റേ കുപ്രസിദ്ധിയും പ്രസിദ്ധിയാണ്. ഇതിലിപ്പോൾ ഏത് പ്രസിദ്ധിയിലാണ് ഞാൻ പെട്ടാൽ നിൽക്കുന്ന ശരിയ. ബിരിയാണി അടക്കമുള്ള കാര്യങ്ങൾ, ഈ ബിരിയാണിയെ പറ്റി ഒരു അപകടവും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. എനിക്ക് പിള്ളേർ ബിരിയാണി കഴിക്കണോണ്ട് എനിക്ക് എന്താ കുഴപ്പം? എൻ്റെ പേരെ കുട്ടി ഇപ്പം ബാലവാടിയിൽ പോയി ചേർന്നുണ്ട്. അവളും ചിലപ്പോൾ കിട്ടിയാൽ ബിർണാനിയും ചിലപ്പോൾ കൂടുതൽ താല്പര്യമുണ്ട്. എനിക്ക് ഇവർ കഴിക്കണോണ്ട് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ തലം മറ്റൊന്നാണ്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ ഉച്ചക്കഞ്ഞി തുടങ്ങിയ സമയത്ത്, പണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ തരുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കഞ്ഞി തുടങ്ങിയ സമയത്ത് 60 ഗ്രാം അരി 30 ഗ്രാം പയർ കുട്ടികൾക്കുള്ള റേഷനായിരുന്നു. 60 ഗ്രാം അരി 30. ഇത് ഡയറ്റീഷ്യൻസും അതുപോലെ തന്നെ ഡോക്ടർമാരും അവരുടെ കണക്കിനനുസരിച്ചാണ് ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പോഷകാഹാരം എല്ലാം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്റ്റേറ്റിന് കൊടുക്കാൻ കഴിയുന്ന പോഷകാഹാരം, അവർക്ക് പോഷകാഹാരക്കുറവ് വരാത്ത വിധത്തിൽ, വീട്ടിൽ നിന്ന് കഴിക്കുന്നത് ഇപ്പോൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു പോഷകാഹാരക്കുറവ് വരാത്ത വിധത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ആ 60 ഗ്രാം അരിയും 30 ഗ്രാം പയറും അങ്ങനെ പല ചിന്തകൾക്ക് ശേഷം വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വളർന്നു വരുന്ന കുട്ടികളാണ്. അവർക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഒന്നും ചിന്തിട്ടില്ല. കുട്ടി ചോദിച്ച് നമ്മൾ കൊടുക്കും. ചിലപ്പോൾ കുട്ടി ചോദിച്ച് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ കൊടുത്തു തരും. പക്ഷേ ഒരു സ്റ്റേറ്റ് കൊടുക്കേണ്ടത് അങ്ങനെയല്ല. സ്റ്റേറ്റ് ആ പ്രായം കുട്ടികൾക്ക് എന്ത് ഭക്ഷണം വേണം, ഏതൊക്കെ വസ്തുക്കൾ അവർക്ക് പെടുത്തണം, ഇത്തരം വലിയ ചർച്ചകൾക്ക് ശേഷമല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് ഡയറ്റീഷ്യൻസ് വേണം അല്ലേ, മറ്റേ പീഡിയാട്രീഷ്യൻസ് വേണം, ആരോഗ്യരംഗത്തുള്ളവരോ. ഇവര് നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ ആകാം, ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണങ്ങൾ അവരുടെ അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശേഷം ബിരിയാണി നല്ല ബീഫ് തന്നെ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. ബീഫ് ഡോക്ടേഴ്സ് പറയുകയാണ്, ബാലവാടി കുട്ടികൾക്ക് ബീഫ് കഴിക്കുന്നത് അവരുടെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ആയിക്കോട്ടെ, നമ്മളാരും എതിർക്കാൻ പോണില്ല. പക്ഷെ അത് പറയേണ്ടത് ഇവിടെ ഒരു കുട്ടി ചോദിച്ചതല്ല. എനിക്ക് ബിർണാണി, അത് കുട്ടികൾ ചോദിക്കും, പലതും ചോദിക്കും. അങ്ങനെ നാളെ വേറൊരു കുട്ടി ചോദിച്ചാൽ വൈറലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവിൻ്റെ കുട്ടിയാണ് അങ്ങനെ ചോദിച്ചതെങ്കിൽ നാളെ നമുക്കത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് പഠിക്കണം? അപ്പോൾ പാഠപുസ്തകത്തിൽ എന്ത് പെടുത്തണം, എങ്ങനെ തീരുമാനിക്കരുത്? പണ്ടൊക്കെ ഇത് എത്ര ചർച്ച നടന്നിട്ടാണ് സിലബസ് നിശ്ചയിക്കുക. ഒരു കുട്ടികളുടെ സിലബസ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ പല തലത്തിലുള്ള ചർച്ച നടത്തി ഇന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. എന്നിട്ട് അതിനനുസരിച്ച് പാഠഭാഗങ്ങൾ ആദ്യം അവർക്ക് കിട്ടേണ്ട മൂല്യങ്ങളാണ് നിശ്ചയിക്കുക, അവർക്ക് കിട്ടേണ്ടുന്ന അറിവുകളാണ് നിശ്ചയിക്കുക. ഈ അറിവുകളും മൂല്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കാവുന്ന പഠന പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും പാഠം പിന്നീട് തരിക. ഇത് ഏതെടുത്താലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കിട്ടാൻ പറ്റുക. ഇങ്ങനെ വളരെ ആഴത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഒരു പാഠ്യപദ്ധതി നിശ്ചയിക്കുക.
10 ആള് പിന്നെ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാവും, എന്നാ കിടക്കട്ടെ, അയാളുടെ ഒരു കവിത, ഇയാളുടെ ഒരു കഥ, മറ്റയാളുടെ ഒരു ഡാൻസ്, ഇയാളുടെ ഒരു കളി. എന്തേ? ആള് വൈറലാണ്, അല്ലെങ്കിൽ അയാളെ ഇന്നല്ലാതെ എതിർത്തിട്ട് അവരൊരു പാഠം കിടക്കട്ടെ, ഇവരൊരു പാഠം. ഇതിനപ്പുറം ഈ കുട്ടി പഠിച്ചതെന്ത്, ഇനി പഠിക്കേണ്ടത്, ഇതുവരെ പഠിച്ചു വന്നതുമായി അങ്ങനെയൊക്കെയുള്ളൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കേണ്ടത്, അവരുടെ മുന്നറിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കി വലിയ ചർച്ച നടന്നിട്ടാണ് പാഠ്യപദ്ധതി ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ അതല്ല. കുട്ടികൾക്കുള്ള ഭക്ഷണം ഏത് വേണം, കുട്ടികൾക്കുള്ള പാഠ്യപദ്ധതി ഏത് വേണം, ഇതിനെയാണ് ഞാൻ എതിർത്തത്. അല്ലാതെ എന്ത് ഭക്ഷണം കൊടുത്താലും എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ കുട്ടി ബിർണാണിയും കോഴിയും ആണെന്ന് പറഞ്ഞു, പൊരിച്ച കോഴിയും കിട്ടിയത്, ശരി ബിർണാണി നിശ്ചയിച്ചു. എന്തേ പൊരിച്ച കോഴി കിട്ടുകയെന്ന് അറിയില്ല എനിക്ക് കേട്ടോ. അപ്പം ഞാനവിടെ ചോദിച്ചൊരു ചോദ്യമുള്ളൂ. ഒരു ഹൈസ്കൂളിലെ കുട്ടി ചോദിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ആളാ. ഒരു ഹൈസ്കൂളിലെ കുട്ടി ഇതേപോലെ ചോദിക്കുകയാണ്, ഒരു ലേശം കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ സ്കൂളിൽ നിന്ന്. അതാണ് ഞാൻ ചോദിച്ച ചോദ്യമുള്ളൂ. ബിർണാന്റെ കാര്യം തീരുമാനമായി. ഞാൻ ഒറ്റ പോസ്റ്റിലായിട്ടുള്ളൂ, വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. ബിർണാന്റെ കാര്യം തീരുമാനമായി. ഇനി നാളെ ഏതെങ്കിലും ഒരു ഹൈസ്കൂളിലെ ബിരുദൻ, ഞാൻ ഹൈസ്കൂളിൽ തന്നെ എടുത്തു പറഞ്ഞു, ഒരു ഹൈസ്കൂളിലെ ബിരുദൻ ഒരു ഇത്തിരി കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ ഹൈസ്കൂളിൽ ഉച്ചഭക്ഷണത്തിനെ പോലെ തന്നെ കഞ്ചാവ് നമുക്ക് ഏർപ്പെടുത്തേണ്ടി വരുമോ? അപ്പം ഇതാരാണ് നിശ്ചയിക്കേണ്ടത്? വാല് തലയാട്ടുകയാണോ വേണ്ടത്, അതോ തല വാലിനെ ആട്ടുകയാണോ വേണ്ടത്? അപ്പോൾ വാല് തലയാട്ടുകയാണ്. എന്ത് വേണമെന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ്. അതല്ല ജനാധിപത്യം. അത്തരം കാര്യങ്ങളിലല്ല ജനാധിപത്യം. ഒരു കുട്ടികൾക്ക് എന്ത് പാഠ്യപദ്ധതി വേണമെന്ന് അവരിൽ നിന്നാണ് അങ്ങോട്ട് വരേണ്ടത്, അല്ലല്ലോ. അവരെന്ത് ഭക്ഷണം, കാരണം അവർക്ക് അതിനാകുന്നൊരു പ്രായമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്തു തരും. പക്ഷേ സ്റ്റേറ്റിന് മുന്നോട്ട് നയിക്കേണ്ടത് സ്നേഹമല്ല, വൈറലാകുന്നു എന്നുള്ള ചിന്തയല്ല, എത്രയാൾ ജയ് വിളിക്കാനുണ്ട് എന്നുള്ളതല്ല, എന്താണോ വേണ്ടത്. ഒരു കുറ്റവാളിയെ പുറത്ത് വിടണമെന്ന് ഒരു നാട്ടുകാർ മൊത്തം പറഞ്ഞാൽ വിടാൻ പറ്റുമോ ഒരു സ്റ്റേറ്റിന്? അയ്യോ അവൻ ഞങ്ങളുടെ സ്വന്തം ആളാണ്, വിടണം പറഞ്ഞാൽ പറ്റുമോ? ജനാധിപത്യപരമായി വോട്ട് ചെയ്തിട്ട് പ്രതിയെ വിടാൻ പറ്റുമോ? അവിടെ നിയമാനുസൃതമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോണ്ട വഴിയിലേക്ക് തെളിക്കേണ്ടുന്ന ഭരണകൂടം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുകയും പോണ വഴിയിൽ അവരെക്കാൾ മുമ്പ് ഓടുകയും ചെയ്യണം. പോണ്ട വഴിയിലേക്ക് തെളിക്കേണ്ടവരാണ് ഭരണകൂടം, അവരാ ഉത്തരവാദിത്വം മറന്നു. പോണ വഴി അത് തെറ്റായ വഴിയിലേക്കാണെങ്കിൽ അവരുടെ മുന്നിൽ കയറി ഓടുകയാണ്. മറ്റവർ ഓടുന്നേക്കാൾ മുന്നേ പോകേണ്ടാത്ത വഴിയിലേക്ക് ഭരണകൂടം കയറി ഓടുന്ന ഒരു ദുരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കുമാരി സമിതികൾക്ക് പ്രസക്തി. ഉന്നതികൾ, നമ്മുടെ കോളനി സമ്പർക്കം, നമുക്ക് ആ പേരാണെന്നാകുമ്പോഴല്ലോ അല്ലേ, പേരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിഷ്കാരം വന്ന് ഇതുകൊണ്ട് അവർക്ക് വല്ല കാര്യം ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം കേട്ടോ. പേരിടയ്ക്കിടയ്ക്ക് അല്ലേ, കാരണം എന്ത് പേരിട്ടാലും മനസ്സിന് ഇതാണ് വെക്കുന്നെങ്കിൽ പോയില്ലേ, പേരുമ്പിലല്ലല്ലോ കാര്യം ഇരിക്കുന്നത്. മനസ്സിന് ഏത് കാഴ്ചപ്പാടിലാണ് അത് വരണത് നിശ്ചയമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് അഗ്രഹാരത്തിൽ പോകണമെന്ന് പറയുന്നത്? അത് ഒരുമിച്ച് കൂടി താമസിക്കണവരല്ലേ അഗ്രഹാരങ്ങൾ, അല്ലേ? ആൾക്കാർ ഒരുമിച്ച് കൂടിയെടുത്ത് മേളായിക്ക് വേണ്ടി പോകണം അല്ലല്ലോ നമ്മൾ പറഞ്ഞു. അഗ്രഹാരങ്ങളിൽ പോകണമെന്ന് പറഞ്ഞില്ല, മറിച്ച് കോളനികൾ അഥവാ ഉന്നതികളിൽ പോകണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ഐക്യമാണ്. അന്ത്യജൻ അഗ്രജൻ എന്നിവിടെ. ഹൈന്ദവ സമൂഹത്തിന് പുറത്തു നിന്നുള്ള അടി ഏറെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തളർന്നത് പുറത്തു നിന്നുള്ള അടി കൊണ്ടല്ല, അകത്തു നിന്നുള്ള ഒരുമയില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനിയും നശിക്കുക അകത്തുനിന്ന് പല തട്ടുകളായി പോരടിച്ചാലേ നമ്മൾ നശിക്കുള്ളൂ. നമ്മളെ പുറത്തുനിന്ന് ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സുൽത്താന്മാർ നശിപ്പിക്കുമായിരുന്നു, മുഗളന്മാർ നശിപ്പിക്കുമായിരുന്നു, യൂറോപ്യൻസ് നശിപ്പിക്കുമായിരുന്നു. അപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളെ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. പക്ഷേ അകത്ത് അന്തഛിദ്രം വന്നു കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. അപ്പം നമ്മുടെ ഒരുമയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. നമ്മളിൽ ഒരാളിലും ജാതി ഒരു ഭ്രാന്തായിട്ടില്ല എന്നുള്ളത് സത്യം. ഇപ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആചാരപരമായി അകന്നും അടിയളന്നും നിന്നിരുന്നപ്പോഴും ആരും ആരെയും വെറുത്തിരുന്നില്ല. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം ഉണ്ടായി. ആരും ഒരാചാരത്തിൻ്റെ ഭാഗമായി അത് ചെയ്യാത്തവരാരും ഇല്ലല്ലോ, ഉണ്ടോ? ചെയ്യാത്തവരാരും ഇല്ല. ബ്രാഹ്മണരിൽ തന്നെ ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. അവരിൽ തന്നെ വൈദികൻ വേറെ, ശാന്തിക്കാരൻ വേറെ എന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ തരംതിരിവുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് കഴിഞ്ഞു അല്ലേ, അമ്പലവാസികളെ അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്തു? മേപ്പെട്ടുള്ളവരെ തൊഴുതു, താഴെയുള്ളവരെ അങ്ങോട്ട് മാറ്റി നിർത്തി. അത് ചെയ്യാത്ത ഒരു സമൂഹത്തെ കാണിച്ചു തരാൻ പറ്റുമോ നമുക്കിടയിൽ? ഈ ഉച്ചനീചത്വം അനുഷ്ഠിക്കാത്ത ഒരു സമൂഹം നമുക്കിടയിൽ ഇല്ല. അമ്മായിരോടൊന്നും ഉണ്ണാത്ത വിഭാഗങ്ങൾ എല്ലാവരും അടുത്തുണ്ട്. എന്താ ഈ അമ്മായിരോടൊന്നും ഉണ്ണാത്ത? ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതാണ് അമ്മായിയോടൊന്നും ഉണ്ണായ്മ. എന്നാൽ അമ്മായിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും, പക്ഷെ അമ്മായിയുടെ വീട്ടിൽ അമ്മായി സ്വജനാവില്ല. അവനവൻ്റെ കാസ്റ്റിൽപ്പെട്ടാൽ ചിലപ്പോൾ ഒരേ വിഭാഗമാവും, പേരൊന്നും മാറിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവരിന്ന് ഭക്ഷണം ഈ പൊട്ടത്തുറൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്.
ചിലയിടത്ത് പോയാൽ മറ്റേ എന്താന്നാ പറയേണ്ടത്, പായസവും മറ്റേ എന്താന്ന് പപ്പടവും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോലും ചോറ് കഴിക്കില്ല. അല്ലെങ്കിൽ ചിലർ പായസവും കഴിക്കില്ല, വെള്ളത്തിൽ വേവിച്ചത് കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചില ഇങ്ങനത്തെ പൊട്ടത്തരൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതുതന്നെ നമ്മുടെ വിജയവും. കാരണം നമുക്ക് ചിലരെ മാത്രമായിട്ട് അതിൽ ചൂണ്ടിക്കാണിക്കാനില്ല, എല്ലാവരും കാണിച്ചു എന്നുള്ളതാണ്. എല്ലാ വിഭാഗവും, അത് പട്ടികജാതിയാകട്ടെ പട്ടികവർഗമാകട്ടെ, എല്ലാവർക്കിടയിലും ഉണ്ടായിരുന്നു ഉയർന്നവരും താഴ്ന്നവരും, എല്ലാവർക്കിടയിലും. ഞങ്ങൾ ഈ സമുദായ സംഘടനകളെയൊക്കെ സമ്പർക്കം ചെയ്യാൻ പോകുമ്പോൾ വളരെ വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ട, പക്ഷെ ഞങ്ങളെ അവർ കല്യാണം കഴിക്കില്ല, ഞങ്ങളെ ഒരു കൂട്ടത്തിൽ കൂട്ടില്ല. ഇങ്ങനെ പലരും പല സമുദായ സംഘടനകൾ ഞങ്ങളോട് വിഷമം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്താ വഴി? അതങ്ങ് കഴിഞ്ഞു, മറന്നു. കാരണം മറക്കാതിരിക്കാൻ, കുത്തി നോയിപ്പിക്കാൻ, ഇത് ഏതെങ്കിലും ഒരു കൂട്ടരെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്കത് കുത്തി നോയിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഇത് എല്ലാവരും ചെയ്തു, അറിവില്ലാണ്ട് പറ്റിയതാണ്, അറിയാതെ ചെയ്ത ഒരു അബദ്ധമാണ് അതൊക്കെ. അറിയാതെ ചെയ്ത ഒരു അബദ്ധം മർത്യർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. അങ്ങനെ ആയിപ്പോയി എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഇതിഹാസങ്ങളിലെ പുരാണങ്ങൾ വരെ തപ്പിയാൽ, വേദങ്ങൾ തൊട്ട് പുരാണങ്ങൾ വരെ തപ്പിയാൽ ഇതിനൊരു ആധികാരികതയും കാണാനില്ല. ഈ ഉച്ചനീചത്വം അനുഷ്ഠിച്ചതിന് ഒരു ആധികാരികതയും കാണാനില്ല. അപ്പൊ നമുക്ക് ഒന്നിച്ച് തെറ്റുപറ്റി, ഒന്നിച്ച് തിരുത്തി. പക്ഷേ ഇപ്പോഴും നീ അല്ലെങ്കിൽ നിന്നടെ തള്ള എന്ന് പറഞ്ഞിട്ട് സമാജത്തെ ഭിന്നിപ്പിക്കാനും ചിലരിൽ അപകർഷതാ ബോധം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അപകർഷതാ ബോധം ചിലരിൽ, നിങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയായിരുന്നു അല്ലേ, ആ അപകർഷതാ ബോധം ഉണ്ടാക്കാനുള്ള പരിശ്രമം. നമ്മുടെ ഏറ്റവും വലിയ ശക്തിക്കുറവെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ദൗർബല്യം അപകർഷതാ ബോധമാണ്. ഇപ്പൊ നമുക്ക് എങ്ങനെ ഒരു സ്റ്റേജ് പോകുന്ന സംസാരിക്കാൻ സാധിക്കും? അവിടെ ഇരുന്ന് എല്ലാവരും സംസാരിക്കില്ലേ? ഇവിടെ ഒന്ന് സംസാരിക്കുമോ? എല്ലാവരും സംസാരിക്കില്ല. ചെറുപ്പത്തിൽ ഇവിടെ എന്താ, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ പറഞ്ഞല്ലേ, അത് എന്നിൽ അപകർഷതാബോധമാണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. അതിനെ കൊണ്ട് അതിജീവിച്ചാലോ? ഒരു ചുക്കും അറിയാത്ത വിഷയത്തെ പറ്റിയിട്ടും സ്റ്റേജിമൊക്കെ തട്ടിവിടങ്ങാൻ അപകർഷതാബോധം പോയി. ആ വിഷയം എന്താണോ, ഞങ്ങൾ ഒരിക്കൽ ദേശീയോദ്ഗ്രഥനം എന്നൊരു വിഷയം സ്കൂളിൽ പ്രസംഗ മത്സരത്തിന് കൊടുത്തു. ദൈവം സഹായിച്ചിട്ട് മത്സരിച്ച 6 കുട്ടി മത്സരിച്ച 6 ആൾക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായില്ല. ഈ ദേശീയോദ്ഗ്രഥനം എന്താണ്? ദേശീയോദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ ഇവിടെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒന്നാണ് ദേശീയോദ്ഗ്രഥനം എന്ന് പറഞ്ഞാൽ. ഈ ദേശീയോദ്ഗ്രഥനം എന്താന്ന് മാത്രം അവർ പറഞ്ഞില്ല, ആൾക്കാരില്ല. പക്ഷേ അപകർഷതാ ബോധം ഇല്ലാത്തത് കൊണ്ട്, ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അവരതിനെപ്പറ്റി വായ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയി. നമുക്ക് ഒരു പിടുത്തമില്ലെങ്കിലും നമ്മളങ്ങ് കാറ്റ് കയറ്റി വിടുക എന്ന് പറയില്ലേ, അതിന് ആത്മവിശ്വാസം വേണം, അപകർഷതാ ബോധം പോണം. ഏറ്റവും വലിയ ദൗർബല്യം അപകർഷതാ ബോധമാണ്. അപ്പോൾ ചിലർക്കിടയിൽ നമുക്ക് ഈ അപകർഷതാ ബോധം ഉണ്ടാക്കുന്നുണ്ട്, അത് അവരുടെ വളർച്ചയെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപകർഷതാ ബോധം കളഞ്ഞ് ആത്മവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കൂടെ ചെന്ന് നമ്മളിൽ ഒരാളാണ്, നമ്മളെല്ലാം ഒന്നാണെന്ന ബോധം ഉണ്ടാക്കുക. നമ്മൾ വേറെയല്ല, നമ്മളെല്ലാം ഒന്നാണെന്ന ബോധം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പലപ്പോഴും എൻ്റെ വീട്ടിൽ ആർക്കും വരാം, പലരും വലിപ്പം പറഞ്ഞ കാര്യമാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല, എൻ്റെ വീട്ടിൽ പണ്ട് മുതലേ ആർക്കും വരാം. ശരിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോക്കുണ്ടോ? ഈ ചോദ്യം ഇപ്പൊ പറയണ്ടേ, എൻ്റെ വീട്ടിൽ ആർക്കും വരാമെന്നുള്ളതല്ല ഇപ്പൊ കേൾക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് പോക്കുണ്ടോ? അതിൻ്റെ കാലമാണ്. നിങ്ങൾ അങ്ങോട്ട് പോകണം. നിങ്ങളുടെ വീട്ടിൽ വരുന്നു, നിങ്ങൾ വിളിക്കുന്നു, ബെഡ്റൂമിൽ വരെ കൊണ്ടുപോകുന്നു, അതല്ല വേണ്ടത്. മറിച്ച് യാതൊരു ഉച്ചനീചത്വ ചിന്തയും ഇല്ലാതെ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ സൗഹൃദ സന്ദർശനങ്ങൾ, അതിന് യാതൊരു ഉയർച്ച താഴ്ചകളും ഒരു കാര്യത്തിലും ഇല്ല എന്ന് സമാജത്തെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ നമ്മുടെ സന്ദർശനങ്ങൾക്കാകണം. അവരുടെ ഇല്ലായ്മകൾ എന്താ, വല്ലായ്മകൾ എന്താ, അരുതായ്മകൾ എന്താ, ഇതറിയാൻ, അവരെ ശാക്തീകരിക്കാൻ. രാഷ്ട്രീയക്കാർ അവരെ വെറും വോട്ട് ബാങ്കാക്കി മാത്രം നിർത്തുന്നു. നന്നായി പോയ പിന്നെ പിന്നാലെ നടക്കില്ല. രാഷ്ട്രീയക്കാരുടെ കണ്ണിൽ അവർ വെറും വോട്ട് ബാങ്കാണ്. അവർക്കെല്ലാം കിട്ടിയാൽ, അവർക്ക് ശാക്തീകരിക്കാൻ വേണ്ടുന്ന എല്ലാം കിട്ടിയാൽ അവർ പിന്നെ ഇവരുടെ വാലായി ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ അവർ ആടിക്കളിക്കുകയും ചാടിക്കളിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് അവരെ ഒരിക്കലും ഉയരാൻ സമ്മതിക്കും. എല്ലാം കൊടുക്കും, പക്ഷേ ആ കൊടുത്തതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ, പുല്ല് തൂത്ത തവിട് പോലെ കളയുക എന്നുള്ളതിനപ്പുറത്ത് ആ സമാജത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തില്ല. അവരെ ഏതെങ്കിലും 1-2 ഐക്കൺസിനെയൊക്കെ പൊക്കി കൊണ്ടുപോകും. അവരെ കൊണ്ട് ആ സമാജത്തിന് എന്ത് കാര്യം? ആ സമാജത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ
ആത്മാർത്ഥമായ ഒരു പരിശ്രമവും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങളിതാണെന്ന് പറഞ്ഞ് അവരെ ഉള്ള അപകർഷതാബോധം ഒന്നുകൂടെ ഉണ്ടാക്കി അവിടെ അടച്ചിരുത്തുക എന്നതിൽ കവിഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരില്ല. അപ്പൊ അവരെ കൈ നേരത്തെ ബാബുചേട്ടൻ പറഞ്ഞ പോലെ കൈ കൊടുത്ത് മുന്നോട്ട് നമ്മൾ മേലെ അവർ താഴെ എന്ന ബോധത്തിലല്ല, നമ്മളൊന്ന് എന്ന ചിന്തയ്ക്ക് സഹോദരരായിയാണ് നമ്മളവിടെ പോകുന്നത്. നിങ്ങളെയൊക്കെ ഞങ്ങളങ്ങ് നന്നാക്കി കളയാം എന്നുള്ള ഭാവത്തിലൊന്നുമല്ല, പറിച്ച് നമ്മൾ സുഹൃത്തുക്കളും സഹോദരരുമാണ് എന്ന ഭാവത്തിലേക്ക് ഇത് ചെയ്യാൻ നമ്മളെ ഉള്ളൂ. ബാക്കി എല്ലാവരും വിഭജനം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ആ വിഭജനം അതിന്റെ പരമകാഷ്ഠയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു മറ്റേ ആ വിമാനാപകടത്തിൽ മരിച്ചൊരു സ്ത്രീയെ പറ്റിയിട്ട് വളരെ മോശമായ പ്രതികരണം എഴുതിയത്. മരിച്ചില്ല എന്നേ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കുഴപ്പമുള്ളൂ. ഇതേ ഭാഷ അതിനേക്കാൾ മോശമായിട്ട് എനിക്കെതിരെ എഴുതി. അപ്പൊ ഞാൻ ഒളിവിലെപ്പോഴും ഇതേ ഭാഷ. അപ്പോൾ എന്തും പറയാമെന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇതുണ്ടാക്കാൻ പോകുന്നത് ജാതീയമായ വേർതിരിവുകളാണ് സമാജം. ആ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കുന്നവർക്ക് ലക്ഷ്യമുണ്ട് ഹൈന്ദവ സമാജം ഭിന്നിപ്പിച്ച് അവരുടെ ശക്തി കുറയണം. സംഘടന കൊണ്ട് ശക്തരാകണമെങ്കിൽ ഈ ഭിന്നിപ്പില്ലാതെ അന്ത്യജൻ അഗ്രജനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായി മാറണം. നമ്മൾ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒറ്റ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതിലെവിടെ അന്ത്യജനും അഗ്രജനുള്ളത്? അതിലെവിടെ ഇന്നലെ ഞങ്ങൾ അകറ്റി നിർത്തി ഉണ്ടാക്കാൻ നേരത്തെ പോലെ എല്ലാവരും ചെയ്തത് അതുകൊണ്ട് മറക്കാനും പൊറുക്കാനും പറ്റുന്ന തെറ്റുകളാണ് അതൊക്കെ. കാരണം ചെയ്യാത്തവരാരുമില്ല. എല്ലാവരും അവരവരുടെ ആചാരമായിട്ട് എങ്ങനെ കൊണ്ടു നടന്നു എന്നതിൽ കവിഞ്ഞ് അതിൽ ഒരു മാനസികമായ അകൽച്ച ഉണ്ടായിട്ടോ വെറുപ്പുണ്ടായിട്ടോ വൈരാഗ്യം ഉണ്ടായിട്ടോ അല്ല. അപ്പോൾ ആ സ്മരണകൾ, നല്ല സ്മരണകൾ അവരിലേക്ക് കൊടുക്കാൻ, ഒന്നിച്ചു നിൽക്കാൻ, ഒന്നിച്ചു പോകാൻ അല്ലേ, അവരെ ചെന്ന് കാണുക, അവരുടെ വിഷയങ്ങളാക്കുക. ഇപ്പൊക്കെ പല പല കലാപരിപാടികളുടെ ഒക്കെ കാലല്ലേ, കൈകൊട്ടിക്കളി, മറ്റെന്തൊക്കെ കളിയാണ്, തിരുവാതിരക്കളി അല്ലേ, അവിടെയൊക്കെ ചെന്ന് ഒരു ട്രൂപ്പ് ഉണ്ടാക്കണം. ലൈബ്രറി വിചാരിച്ച സായിക്കില്ലേ, അവിടെ ചെന്ന് നമ്മൾ കൂടെ നിൽക്കണം. ഇങ്ങടെ കളി അത് അവരുടെ കളി അല്ലേ, നമ്മളും കൂടെ നിൽക്കണം, അതിലൊരു ഭാഗമാവണം. അവരെ കൊണ്ടൊരു ട്രൂപ്പ് ഉണ്ടാക്കണം, തൊട്ടടുത്ത അമ്പലത്തിൽ കൊണ്ടുപോയി സ്റ്റേജ് കൊടുക്കണം അവർക്ക്. അങ്ങനെ എങ്ങനെയൊക്കെയാണോ അവരിൽ തുല്യതാ ബോധം ഉണ്ടാക്കാൻ കഴിയുക, അവിടെയൊക്കെ ഉണ്ടാക്കണം. ആ തുല്യതാ ബോധം ഉണ്ടാക്കണം. അവരെ ക്ഷേത്ര പരിപാടികളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പങ്കെടുപ്പിക്കണം, കൊണ്ടുവരണം. നാമം ചൊല്ലാൻ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെല്ലിക്കണം. പുരാണ പാരായണത്തിലോ രാമായണം എടുത്തിട്ട് അങ്ങോട്ട് പോകണം. മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ മുഹമ്മദ് മലയുടെ അടുത്തേക്ക് പോവുക. രാമായണം എടുത്ത് പോകണം, അവിടെ പോയി വായിക്കണം, അവരെ കൊണ്ട് വായിപ്പിക്കണം. നാളെ അവരെ കൊണ്ടൊരു ബ്രാഹ്മണന്റെ വീട്ടിലോ അല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ വീട്ടിലോ ഇവർ പോയി രാമായണം വായിക്കണത് അല്ലാണ്ട് നിങ്ങൾക്ക് രാമായണം വായിക്കാറില്ല, ഞങ്ങൾ അവിടെ നിന്ന് രാമായണം വായിക്കാട്ടോ, അവരൊന്നിനും കൊള്ളരുതാത്തവരല്ല. അവരിലൊരാളെയും കൊണ്ട് നമ്മൾ തിരിച്ച് വേറെ ആളെ വീട്ടിൽ പോകണം, വായിപ്പിക്കണം. അങ്ങനെ ഈ ഐക്യം തന്നെ ഉണ്ടാവില്ല. ഇത് ചെയ്യാൻ നമ്മളെ ഉള്ളൂ. കാരണം നമുക്കേ ഉദ്ദേശശുദ്ധിയുള്ളൂ. വോട്ടെന്ന ഇത്തിരി കാര്യത്തിന് വേണ്ടിയല്ല. ഈ ഹൈന്ദവ സമാജം ഒന്നായി നിൽക്കണമെന്ന കാഴ്ചപ്പാടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുറിവുകളില്ലാത്ത വിധത്തിൽ ചേർത്ത് നിർത്തി ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അവരെ കൂടുതൽ അകറ്റി നിർത്താനാണ് പരിശ്രമിക്കുന്നത്. അവരെ മറ്റേ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളാക്കി മാറ്റി നിർത്തി പരസ്പരം സഹകരിക്കാത്ത കൊലത്തിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള സമ്പർക്കങ്ങൾ, കോളനി സമ്പർക്കങ്ങൾ അത്യാവശ്യമായി വരുന്നു. എല്ലാം പറയുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ടീച്ചർ 5 പറഞ്ഞാൽ പെങ്ങട്ടാ പോകണമെന്ന്. എല്ലാം പറയണമെന്നില്ല കേട്ടോ, ചില സാമ്പിൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. വനിതാ നേതൃ സമ്മേളനം, നിരവധി ജാതികൾ നമുക്കിടയിലുണ്ട്, പല സംഘടനകൾ നമുക്കിടയിലുണ്ട്. ഇതിലൊക്കെ നേതൃത്വത്തിൽ വരുന്നവർ മിടുമിടുക്കരാവും. അവരുടെ നേതൃത്വത്തിലെത്താൻ നേതൃത്വ ഗുണമുള്ളവരാണ്. അവരൊന്ന് ഒന്നിച്ചിരിക്കുകയും ആ നേതൃത്വ ഗുണം ഹൈന്ദവ സമൂഹത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാറ്റുകയും ചെയ്യണം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയം, സ്ത്രീകളുടെ സുരക്ഷ എവിടെയാണ് എത്തി നിൽക്കുന്നത്, സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും എവിടെയാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സ്ത്രീകളുടെ ഉന്നമനത്തിന്, വെറും സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മാത്രമല്ല, നമ്മുടെ സംസ്കൃതിയുടെ നിലനിൽപ്പിന്. ഇവിടെ നമ്മുടെ നാടിനൊരു സംസ്കൃതിയുണ്ട്. ഇപ്പോൾ വിവാഹം വേണ്ട, കുട്ടികളിൽ അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടൊക്കെ കൊണ്ടുവരുന്നു. വിവാഹം വേണ്ട, കുടുംബം വേണ്ട, ഇതല്ല നമ്മുടെ കാഴ്ചപ്പാട്. കുടുംബം വേണം, വിവാഹം വേണം. അതോടൊപ്പം ആ കുടുംബത്തിനകത്ത് തുല്യത നമുക്ക് ഉണ്ടായിരിക്കണം. ആ കുടുംബത്തിനകത്ത് നമുക്കൊരു സ്ഥാനം ഉണ്ടാകണം, തൻ്റെതായ ഒരു ഇടം. കുടുംബത്തിലേക്ക് ഇത് നടക്കുമോ? കുടുംബം ഉണ്ടായി അവിടെ തൻ്റെ, അല്ലെ കുടുംബം വേണ്ടാന്ന് വെക്കാനുള്ള തൻ്റെ ഇടം അല്ല വേണ്ടത്. ഉള്ള കുടുംബത്തിൽ തൻ്റെതായ ഒരു ഇടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ സംസ്കൃതി ഒരിക്കലും നശിക്കാൻ ഇടവരാത്ത വിധത്തിൽ നമ്മുടെ അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ടുള്ള സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ മഹിളാ ഐക്യവേദിയിലെ ഓരോ ഈ പഞ്ചതല പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം അതൊക്കെ തന്നെ.
ഏറ്റവും ആത്യന്തികമായി അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരുമയ്ക്കും നിലനിൽപ്പിനും ശാക്തീകരണത്തിനും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക്, കാരണം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പോലും അർഹരാണ് എന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ചിന്തിക്കുന്നില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ സ്കൂൾ പഠന സമയം ഈ വർഷത്തെ ഇതായിരുന്നു, അരമണിക്കൂർ പ്രവൃത്തി സമയം കൂട്ടുന്നു. തിങ്കൾ മുതൽ വ്യാഴം വരെ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂട്ടുന്നു. സർക്കാർ ഗംഭീരമായി പറഞ്ഞു. അധ്യാപക സംഘടനകളോട് ആലോചിച്ചു ഒന്നുമല്ല, സർക്കാർ അങ്ങ് തീരുമാനിച്ചു. അത് കാരണം കേന്ദ്ര മണിക്കൂറുകൾ കൂട്ടി കിട്ടുകയും വേണം. അരമണിക്കൂർ പ്രവൃത്തി സമയം കൂട്ടുന്നു എന്ന് പറഞ്ഞൊരൊറ്റ ഓർമ്മയുള്ളൂ. സമസ്ത താടി ഒന്ന് വിറപ്പിച്ചു. മീശയില്ല, അതിന് കുഴപ്പം എന്താ തോന്നുന്നില്ലേ, എവിടെയോ ഒന്ന് വിറച്ചു, മീശയോ താടിയോ തൊപ്പിയോ എന്തോ ഒന്ന് വിറച്ചു. അതോടുകൂടി സർക്കാർ ധീരതയോടെ പിന്നോട്ട്. സഖാക്കളെ മുന്നോട്ടാന്നാണ് നമ്മൾ കേട്ടത്. ഇപ്പൊ സമസ്ത വന്നപ്പോ എന്തായി? ധീരതയോടെ പിന്നോട്ട്. ഞങ്ങൾക്ക് പിടിവാശിയില്ല. ശിവൻകുട്ടി പറഞ്ഞതാണ്, പിടിവാശിയില്ല. ശബരിമല ആചാര ലംഘന സമയത്ത് ഇവർക്കുണ്ടായിരുന്ന പിടിവാശിയും ഇതും തമ്മിൽ നിന്ന് ചേർത്തുപോയി. ഇതൊരു സ്കൂളിലെ പ്രവൃത്തി സമയം പിടിവാശിയില്ല. ലക്ഷക്കണക്കിന് അമ്മമാര് നെഞ്ച് തകർന്ന് കരഞ്ഞപ്പോ പിടിവാശിയില്ല എന്നൊന്ന് പറയാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ 5 മരണമാണ് നടന്നത്. ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 5 വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്നും ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസാണ്. ഇന്നും ഇപ്പോൾ 4 ദിവസം മുമ്പ് വരെ എനിക്ക് സമൻസ് വന്നു. എന്ന് മാത്രമല്ല, എന്നെ വിളിച്ചിട്ട് പറയണേ, ടീച്ചറുടെ മാത്രമേ ഫോൺ നമ്പറും ഉള്ളൂ. ഇതെന്ന് 2018 ഉണ്ടായ സംഭവം. ചേർത്തലയെന്നാണ് വിളിക്കുന്നത്. അത് അന്നൊക്കെ ആയതാണ്. FIR ഒക്കെ നിങ്ങളെയൊക്കെ അതിൽ ഇപ്പം പ്രതി ചേർത്തു. അന്നത്തെ പ്രതികളൊക്കെ ഉണ്ട്. അതൊന്നും പോരാണ്ട് നിങ്ങളെയൊക്കെ ഇപ്പൊ മോളിൽ കൊണ്ടുപോയിട്ട് പ്രതി ചേർന്നു. അപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ നമ്പർ തരണം. ആരുടെ നമ്പറാണ് വേണ്ടത്? അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൻ. കുറച്ച് ബുദ്ധിമുട്ടാണ് ആളവിടെ. ഞാൻ നമ്പർ കൊടുക്കണം മൂപ്പർക്ക് സമൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പൊ ചേർത്തതാണ്. അദ്ദേഹത്തിന്റെ പേര് അന്ന് ചേർത്തിയതല്ല, ഇപ്പൊ ചേർത്തിയതാണ്. അതിന്റെ മോള് കൊണ്ടുപോയിട്ട് മരിച്ചു പോയൊരു വ്യക്തിയുടെ പേര്. ഞാൻ നമ്പർ കൊടുക്കണമെങ്കിൽ കുറച്ച് കുടുങ്ങിയില്ലേ? ഞാൻ മെനോട്ടൊക്കെ ചോദിക്കേണ്ടി വരും, നമ്പർ എവിടുന്നാ കിട്ടുക? ഇങ്ങനെ ഇപ്പൊ അപ്പൊ പിടിവാശിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഗോവ ഗവർണറുടെ പേരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന അല്ലേ? ഇതൊക്കെ പ്രതി ചേർത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ പിടിവാശിയും ഈ പിടിവാശി ഇല്ലായ്മയും ഒന്ന് നോക്കി നോക്കൂ. ഇതിൻ്റെ മുമ്പ് ന്യൂട്രൽ യൂണിഫോം, അത് ഓർമ്മയുണ്ടാവും. ജെൻഡർ കാണിക്കാത്ത വിധത്തിൽ ആണും പെണ്ണിനും ഒരേ യൂണിഫോം നമ്മൾ വിചാരിച്ച് നടന്നത് തന്നെയാണ്. എവിടെ ദേവണ്ണമാര് സമസ്ത കണ്ണൂരിട്ടിയപ്പോൾ ഉടുത്തേപ്പെടുത്തു. ആ തീരുമാനം വേണ്ടാന്ന് വെച്ചു. ആ യൂണിഫോം പോയ വഴിക്ക് പിന്നെ പുല്ല് മുളച്ചിട്ടില്ല. ഇടകലർത്തി ഇരുത്തും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. അവിടെ പോയി തീരുമാനം ഇവർ വളർത്തു സംഗതി. മറ്റേ വഖഫ് ബോർഡിന്റെ നിയമനങ്ങൾ PSCക്ക് വിടും. ദേവസ്വം ബോർഡിന്റെയും വഖഫ് ബോർഡിന്റെയും നിയമനങ്ങൾ PSCക്ക് വിടും. ധീരമായ തീരുമാനമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ വിട്ടു, വഖഫ് ബോർഡിന്റെ വിട്ടോ? ഇല്ല. അവർ വിറപ്പിച്ചു പോയി. നമുക്ക് വിറപ്പിക്കട്ടെ വേണ്ടേ? അതിന് എന്താ ഇപ്പൊ വിറയ്ക്കാത്തത്? എന്താ വിറയ്ക്കാത്തത്? നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നില്ല. അപ്പൊ ഒന്നിച്ച് നിർത്തേണ്ട പണി എവിടുന്നാ തുടങ്ങേണ്ടത്? അമ്മമാരുടെ ഇടയിൽ മഹിളാ ഐക്യവേദി തുടങ്ങും. ഒന്നിച്ച് നിർത്തേണ്ടത് ഹൈന്ദവ സമൂഹത്തെ. അതിന് അവര് കമ്മ്യൂണിസ്റ്റുകാരാണ്, നേരെയാവില്ല. ഇവര് കോൺഗ്രസ്സുകാരാണ്. മഹിളാ ഐക്യവേദിക്ക് അങ്ങനത്തെ വ്യത്യാസമൊന്നും വേണ്ട. അവര് ഹിന്ദുവാണോ? പതുക്കെ അവരിൽ ഉണ്ടാകണം ഈ ഒരു ബോധം, ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത്. മാർക്സിസ്റ്റോ കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ മറ്റോ എന്നുള്ളതല്ല, ഹിന്ദു എന്ന ബോധം ഉണ്ടാകണം. അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയണം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. ആ ഒരു അന്തരീക്ഷം അടിത്തട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ മഹിളാ ഐക്യവേദി പോലെ ഉത്തരവാദപ്പെട്ട മറ്റൊരു സംഘടനയില്ല. പെണ്ണൊരുപ്പെട്ട ബ്രഹ്മനം തടുത്തുകൂടാവുന്നു അല്ലേ? ഇത്തരം ഉത്തരവാദപ്പെട്ട ഇത്രയും സാധ്യതയുള്ള മറ്റൊരു സംഘടനയില്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാക്കുക, അതിൻ്റെ യോഗങ്ങൾ വിളിക്കുക, കുടുംബയോഗം വിളിക്കുക, ഇതിൽ മാത്രം ഒതുങ്ങരുത്. സംഘടനാകാര്യം മാത്രമാകരുത്, സമാജകാര്യം കൂടി നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകണം. സമാജത്തെ ശാക്തീകരിക്കാനാണ് സംഘടന ഉണ്ടായത്, സംഘടനയെ ശാക്തീകരിക്കാനല്ല. സമാജത്തെ ശാക്തീകരിക്കാൻ ശക്തമായ സംഘടന ഉണ്ടാകണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ നേരം വൈകിയ നേരത്തെ ഏറെ പറഞ്ഞു പോകുന്നില്ല. ഈ പഞ്ചതല പ്രവർത്തനങ്ങൾ അങ്ങനെ ഇന്ന് നമ്മളെ വേട്ടയാടുന്നവരെ തിരിച്ച് വേട്ടയാടുമൊന്നും വേണ്ട അല്ലേ? ഇന്ന് നമ്മളെ വേട്ടയാടുന്നവരെ ഒന്ന് തിരിച്ചു പറഞ്ഞയക്കാനെങ്കിലും
ഇവരെ കിട്ടില്ല, ഇരയാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവരൊന്ന് തിരിച്ചു പോകാത്തക്ക വിധത്തിലെങ്കിലും ഹൈന്ദവ സമൂഹം ശാക്തീകരിക്കപ്പെടണം. അതിൻ്റെ അടിത്തറ പ്രവർത്തനങ്ങൾ ഈ പഞ്ചതല പ്രവർത്തനങ്ങളിലൂടെ മഹിളാ ഐക്യവേദിക്ക് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്ന നാളുകൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കണ കാലമാണ് അല്ലേ. ഈ നമുക്ക് എന്താ ഇതിലൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഏറ്റവും ആദ്യം അല്ലേ, നമ്മുടെ സാംസ്കാരിക പറഞ്ഞു, ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നിർമ്മാണം അത് ഏറ്റവും ഭംഗിയായി അത് ഭംഗിയാക്കണം എന്ന് പറയാൻ നേരത്തെ ബാബുചേട്ടൻ പറഞ്ഞു. ഈ പുതിയ AKG സെൻറ്റർ, കാവ്യടിച്ച AKG സെൻറ്റർ ഉദ്ഘാടനത്തിന് കണ്ടു. അതിൻ്റെ നേരും കടയിട്ടിട്ടാണ് നമ്മുടെ ഓഫീസ് വരാൻ പോകുന്നത്. അതേ റൂട്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏകദേശം ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ്. അവിടെ ഒരു കുടിലി എത്തിയാൽ മതിയോ? അവിടെ വന്ന് കാണുന്നവർക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നണ്ടേ? നമ്മൾ AKG സെൻറ്ററോ ഇത് അല്ലേ, പെട്ടിക്കടയോ മതിയോ? അവിടെ നമുക്കൊന്ന് തലയുയർത്തി പിടിച്ച് നിൽക്കണ്ടേ? നമ്മൾ കൂട്ടിയാലും പറ്റും. അപ്പം അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഓരോ രംഗത്തും ആ ഒരു വിജയം അതിൽ തുടങ്ങാൻ സമയം വൈകിക്കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അങ്ങനെ എന്തിലും അമ്മമാരുടെ കരുത്തൊന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന് പറ്റിയവരെയാണ് വിളിച്ചത്. നിങ്ങളത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വിളിയൊന്നും നടക്കില്ല. നിങ്ങളുടെ കരുത്ത് സംഘടന തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ വേറിട്ട് വിളിച്ചത്. ഇനി നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.